Good morning. Today going to talk about intrapreneurs. Innovation and entrepreneurship എന്ന് പറയുന്ന സബ്ജക്റ്റിലെ യൂണിറ്റ് 1-ൻ്റെ പാർട്ട് 2 ആണ് ഇൻട്രാപ്രണർ എന്ന്. Intrapreneur was coined in USA in the late 70s. Many senior executives of big companies in America left their job and started small business of their own. They left the organization because they did not get any opportunity to apply their own ideas and innovative ability. എൻട്രപ്രണർ എന്ന് പറഞ്ഞാൽ ലേറ്റ് 70s 70കളിൽ അമേരിക്കയിൽ നിന്നും വലിയ വലിയ ഓർഗനൈസേഷനിൽ നിന്നും അവർക്ക് ആവശ്യമായ അവസരങ്ങൾ കിട്ടാതെ, അതായത് ആ ഓർഗനൈസേഷനിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കിട്ടാതെ അവർ ലെഫ്റ്റ് ദെയർ ജോബ്, അവർ ആ ജോബ് വേണ്ടാന്ന് വെച്ചിട്ട് പുതിയൊരു അവരുടേതായിട്ടുള്ള ഒരു വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇൻട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിരുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇൻട്രപ്രണേഴ്സ് ഹാവ് കം ടു കോൾഡ് ഇൻട്രപ്രണർ. Entrepreneur is the person with a large organization who take responsibility of turning ideas into profitable finished product, assertive, risk taking, innovation and entrepreneur. അപ്പോൾ അതായത് ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ്റെ വർക്ക്, ആ ജോബ് ലെഫ്റ്റ് ചെയ്തിട്ട് പുതിയ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ ആൾക്കാരെയാണ് എൻട്രപ്രണർ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എൻട്രപ്രണർ എന്ന് പറയുന്ന ടേം നമ്മൾ വേറെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ലാർജ് ഓർഗനൈസേഷനിലെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾക്കാരെയാണ്, അതായത് മാനേജിങ് ഡയറക്ടർ, മാനേജർ അങ്ങനെയുള്ള ഹയർ പോസ്റ്റിൽ എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എൻട്രപ്രണർ എന്ന് പറയുന്നത്. അത് പ്രോഫിറ്റബിൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, അതായത് ആ സ്ഥാപനത്തിൽ മാനേജിങ് ഡയറക്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് വേണ്ട ബെനിഫിറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല ബിസിനസ് സ്ഥാപനമാക്കി മാറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ എൻട്രപ്രണർ എന്ന് പറയുന്നത്. എൻട്രപ്രണർ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനം തുടങ്ങി ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ്. എൻട്രപ്രണർ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തെ നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് എൻട്രപ്രണർ. അത് മിക്കപ്പോഴും മാനേജേഴ്സ്, മാനേജിങ് ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. ദ കോമ്പിനേഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് മാനേജീരിയൽ സ്കിൽസ്. എൻട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണറുടെ കേപ്പബിലിറ്റീസും കാര്യങ്ങളും സ്കില്ലും ഒക്കെ അവർക്ക് ഉണ്ടാവും, ഒപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെ സ്കില്ലും കൂടി ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് എൻട്രപ്രണർ എന്ന് പറയുന്നത്. അവർ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, ആ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഹയർ അതോറിറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എൻട്രപ്രണേഴ്സ്. മാനേജർ ആവാം, മാനേജിംഗ് ഡയറക്ടർ ആവാം. ദ ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്ഷൻ, ദേ അപ്പോയിൻറ്റ് വൺ മാനേജർ ആൻഡ് എൻട്രപ്രണർ ടു ലോഞ്ച് ബിസിനസ് വെഞ്ചർ, ഹിം ടു ഷെയർ ദ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ബൈ ദ ന്യൂ ബിസിനസ് വെഞ്ചർ. അതായത് ഇവർക്ക് ഒരു സാലറിയെ അല്ല പ്രൊവൈഡ് ചെയ്യുക, സാലറി ഓൾറെഡി ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതായത് ഇവർ ബിസിനസ് എത്രത്തോളം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു അത്രയും പ്രോഫിറ്റ് ആ സ്ഥാപനത്തിന് കൂടും. അപ്പോൾ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് മാനേജേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇനി കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻട്രപ്രണർഷിപ്പ്. എൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് സ്കാൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, അതായത് കുറച്ച് കാലമായിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നോവൽ വേ ആണ്, പുതിയതായിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് മെത്തേഡ് ഓഫ് കമ്പനീസിൽ അവർ ചെയ്യുന്നതാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിരിക്കും, റെസ്പോൺസിബിൾ ആയിരിക്കും. കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ അവരെ പിന്തുടർന്ന് ബാക്കിയുള്ളവർ ചെയ്യുന്നതാണ് കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ ഫണ്ടഡ് ലാർജർ ഓർഗനൈസേഷൻ ആൻഡ് പ്രോഫിറ്റ് റെമിറ്റഡ് ടു ദ ഫണ്ട്. അതായത് ഓൺട്രപ്രണറാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൾട്ടിവേറ്റ് എൻട്രപ്രണർ സ്കിൽസ് ആൻഡ് കോർപ്പറേറ്റ് കൾച്ചർ, ദെൻ മോട്ടിവേറ്റഡ് ആക്സെപ്റ്റ് മോർ റിസ്ക് എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു, കൂടുതൽ ആ സ്കില്ലുകളൊക്കെ ഉപയോഗിച്ച്, എൻട്രപ്രണറുടെ സ്കില്ല് ഉപയോഗിച്ച് പ്രോഫിറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഡ്യൂ ടു ബാക്കിംഗ് ഫ്രം ദ ഹെഡ് ക്വാർട്ടേഴ്സ്, ദ ചാൻസസ് ഓഫ് ഫെയിലിയർ ആർ ലോ വെൻ കമ്പയർഡ് ടു സ്റ്റാർട്ടപ്പ്. ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഓൺട്രപ്രണർ തുടങ്ങുന്ന പോലെയല്ല, ഓൺട്രപ്രണർ സ്റ്റാർട്ട് ചെയ്താലും അതിൽ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇവർക്ക് നോർമലി ഫെയിലിയർ കുറവായിരിക്കും, കാരണം ഇതിൻ്റെ സ്പെഷ്യൽ സ്കില്ലുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നുണ്ടാവുക. ഗിവൺ ടാസ്ക് ഓഫ് ബീയിങ് എൻട്രപ്രണർ വൈൽ റിസീവിങ് നെസസറി ട്രെയിനിങ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ്. അവനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടാണ് ഈ ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ്സിൽ ഡയറക്ടേഴ്സ് പോസ്റ്റോ അല്ലെങ്കിൽ മാനേജർ പോസ്റ്റൊക്കെ അവർ എടുക്കുന്നുണ്ടാവും. ബിസിനസ് പോർട്ട്ഫോളിയോ ഫണ്ടിങ് ഓർഗനൈസേഷൻ വിൽ ബി എക്സ്പാൻഡ്, ക്രിയേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇവരെ ആ ഫണ്ട് പല രീതിയിൽ ഡൈവേഴ്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ടു പേർക്കും ഓൺട്രപ്രണർ എന്ന് പറയുന്നതും എൻട്രപ്രണർ എന്ന് പറയുന്നതും കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടും ഒരേപോലെ തന്നെ ലീഡർഷിപ്പ്, ഒബ്സർവേഷൻ അങ്ങനെയുള്ള ക്വാളിറ്റീസൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇവരൊരു എംപ്ലോയി ആയിരിക്കും. ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, താങ്ക് യു.